ഇതിൽ വിക്ടിമിന്റെ ചേട്ടനാണ് സിറ്റുവേഷനിൽ കൊണ്ടുവന്ന ആളെ എല്ലാ ദിവസവും കാണുമെന്ന് പറയുമ്പോൾ പ്രശ്നമാണ്. ലക്ഷ്മി അവിടെ എത്രത്തോളം ഉണ്ട് അത്രയും ഇൻസൾട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ചേട്ടന്. ബിഗ് ബോസിന്റെ ഡിസിഷനാണ്. അവിടെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ പേടിയാവും, ഇത്ര ഡിസ്റ്റൻസ് നിൽക്കണം അത്ര ഡിസ്റ്റൻസ് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുമോ? ബിഗ് ബോസിൽ പോയത് കൂടുതൽ ആളുകൾ വെറുത്തു തോന്നുന്നുണ്ടോ? അതൊക്കെ മനസ്സിലായില്ല, നിങ്ങളൊക്കെ മനസ്സിലായില്ല, ഞാനായിട്ട് പറയണ്ടല്ല. ഉപരി എന്തോ ഒനിലിന്റെ ഭാഗത്തുനിന്ന് ഇനി വരാൻ കിടക്കുന്നു. പുള്ളിനടുത്ത് കളിച്ചാൽ പുള്ളി വിടാണ്ട് പിന്നെ നിൽക്കും, ഉറപ്പുള്ള കാര്യം. അഹങ്കാരമായിട്ട് കാണരുത്, അഹങ്കാരമല്ല, എനിക്ക് എന്റെ ചേട്ടനെ അറിയണോണ്ട് ഞാൻ പറയണേ, പുള്ളി വിടൂല. നമ്മുടെ ഒനിലിന്റെ അതേപോലെ ഒനിലിന്റെ ബ്രദർ അല്ലേ? ബ്രോ കാണാറുണ്ടോ? പിന്നെ 24 മണിക്കൂറും അതിലേക്ക് തന്നെ ഇരിക്കാം. കാരണം നമ്മുടെ ചേട്ടനാ നമുക്ക് ഓരോ മൂവ്മെന്റും ശ്രദ്ധിക്കണമല്ലോ, അത് കാരണം ഫുൾ ടൈം കാണാറുണ്ട്. പുതിയ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല, അത് പുള്ളി അത്രയും കോൺഫിഡൻ്റ് ആണ് പുള്ളി ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്ക് അത് നാട്ടുകാരെ അറിയിക്കണം, അത് മറ്റവർക്ക് അത് മനസ്സിലാവാനുള്ള. അപ്പം അത് ആണ് അവർക്ക് കിട്ടിയത്. ഈ കേരളത്തിൽ ഇത്രയും ആൾക്കാരുണ്ട്, അതിൽ ചിലപ്പോൾ ഒരാളടുത്തായിരിക്കും കളിക്കാൻ പാടുള്ളത്, ആ കറക്റ്റ് ആളടുത്ത് പോയി കളിച്ചു എന്നുള്ള സീൻ. കാരണം പുള്ളിക്ക് അറിയാം ഇങ്ങനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അതിൻ്റെ മെച്യൂരിറ്റിയാണ് നിങ്ങളെല്ലാവരും കണ്ടത്. സോ വി ആർ ഓൾ വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. അത് തന്നെ പറയാനുള്ളൂ. കാരണം അതൊരു ഇൻസ്പിറേഷനാണ്. എല്ലാം ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് വന്ന ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷനാണ് പുള്ളി ചെയ്തത് തന്നെ. അതൊരു ആൻഡ് ഐ എം പ്രൗഡ് ദാറ്റ് ഇറ്റ്സ് മൈ ബ്രദർ. അതൊരു അങ്ങനെ ഒരു മെച്ചോറിറ്റിയിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്ത് നാട്ടുകാരുടെ മുമ്പിൽ ഇത് എത്തിച്ചു. എല്ലാവർക്കും ഒരു ഉറപ്പ് കൊടുത്തു, യു ക്യാൻ സർവൈവ് ഇറ്റ്. കാര്യം അതിലുപരി ഈ പറഞ്ഞ പോലെ റെനയാണെന്നുണ്ടെങ്കിലും ആര്യനെ കുറിച്ച് പറയുന്നു, ഈ പറഞ്ഞ നെവിനെതിരെ വരുന്നു. നെവിന്റെ സെക്സ്വാലിറ്റി റിവീൽ ചെയ്തിട്ടില്ല. നെവിൻ ആമ്പിള്ളാരോട് ഈ പറഞ്ഞ പോലെ ഷാനവാസിന്റെ ഒരു കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു കാര്യം പറഞ്ഞു വെച്ചാൽ എനിക്ക് തോന്നിയതാണ്, ഇതൊരിക്കലും ബിഗ് ബോസിന്റെ പ്രശ്നമല്ല. അവിടുത്തെ ഈ സീസണിലെ ഫീമെയിൽ കണ്ടസ്റ്റൻസിൻ്റെ ഒരു കുഴപ്പമാവാം. പക്ഷേ അവിടുത്തെ ദ മെൻ ഇൻ ബിഗ് ബോസ് ഹൗസ് ദ നോട്ട് സേഫ്. അവർക്കൊരു സേഫ് എൻവയോൺമെൻ്റ് അല്ല അവിടെ. ആ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെ മര്യാദക്ക് കളിക്കും? അവർക്ക് എപ്പോഴും ഒരു പ്രഷർ ഉണ്ടാവും അല്ലേ? ഒരു ടാസ്ക് വരുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു പ്രഷർ ഉണ്ടാവും. എത്രയോ ടാസ്ക് വരുന്നതിൻ്റെ ഉള്ളിൽ അതെ, ഒരുമിച്ച് കളിക്കേണ്ട പല എക്സാക്ട്ലി അങ്ങനെയാണ്. നമ്മ നാട്ടുകാർക്ക് അങ്ങനെ കാണണം. നാട്ടുകാർ കാണുമ്പോൾ അവരെല്ലാവരും ആരാണ് ബെറ്റർ, അങ്ങനെ ഒരു ടാസ്ക് കളിക്കുമ്പോൾ ഹൂ വിൽ വിൻ, മനസ്സിലായ, ബിറ്റ്വീൻ ദം. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊന്നുമല്ലല്ലോ ടാസ്ക് വെക്കുന്നത്, എല്ലാവരും സെയിം ആണ്. അപ്പോൾ ഇവര് അവിടുത്തെ കണ്ടസ്റ്റൻസ് മറ്റേ കുറച്ച് പേര് അവരുടെ കണ്ടന്റ് അവിടെ നോക്കും. പക്ഷെ കണ്ടന്റ് നിങ്ങൾ ഒരാൾ ലൈഫ് നശിപ്പിച്ചിട്ടല്ല കണ്ടന്റ് ഉണ്ടാക്കേണ്ടത്, അതല്ല കണ്ടന്റ്. ഇത് ജസ്റ്റ് ഒരു ഗെയിമാണ്. ആ ഗെയിം പോലെ തന്നെ കളിക്കുക, അതുപോലത്തെ കാണുക. ഇവര് ഒരാളെ ഇങ്ങനെ ലൈക്ക് അവര് എന്തെങ്കിലും ചെയ്യാൻ കാത്തിരിക്കുക, അതിനൊന്ന് അക്യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അക്യൂസേഷനാണ് അവർ കണ്ടന്റാക്കി വെച്ചേക്കുന്നത്. സോ ദാറ്റ് ഈസ് എ ചീപ്പ് മെൻറ്റാലിറ്റി എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ ചേട്ടന് അങ്ങനെ ഒരു ഫോൾസ് അക്യൂസേഷൻ വന്നുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അവിടെ ഉള്ള ബാക്കി ആണുങ്ങൾക്ക് ആരായാലും അവരാരും സേഫ് അല്ല അവിടെ. എവറി ഡേ എവറി ആർ ഒരു ചെറിയൊരു അക്യൂസേഷൻ വരെ വന്നിട്ടുണ്ട് അവർക്ക്, ഓരോരുത്തർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അവിടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ കാര്യം ഓർത്ത് അവരൊന്നും സേഫ് അല്ല. അപ്പോൾ അവർക്ക് ആ ഫ്രീ ഒരു പ്രഷർ ഇല്ലാണ്ട് കളിക്കണമെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഫസ്റ്റ് തിങ് ഇസ് me as a brother, I'm very confident about my brother. മനസ്സിലായ, പുള്ളി അങ്ങനത്തെ ഒരു അയാൾ പറഞ്ഞ പോലെ പെർവേർട്ട് ജഡ്ജ്മെൻറ്റിൽ വീഴാത്ത ആളാണ്. ഐ എം വെരി കോൺഫിഡൻറ്റ് അബൌട്ട് മൈ ബ്രദർ. കാരണം പുള്ളിക്ക് അത് ഇത്രയും കാലമായിട്ടില്ലാത്തത് അവിടെ പോയിട്ട് വരണമെന്നില്ല, മനസ്സിലായ. ഇപ്പോൾ പുള്ളി അവിടെ പോയതുകൊണ്ടൊന്നും നമ്മൾ തളരില്ല. കാരണം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പുള്ളിയുടെ ബിഹേവിയർ. പിന്നെ അതിൻ്റെ ക്ലിപ്പ് ഇറങ്ങിയപ്പോഴത്തേക്കും അവർ ഇറ്റ്സ് ഡൺ. മറ്റവരുടെ ഭാഗം അന്ന് തന്നെ നാട്ടുകാരറിഞ്ഞു അവർ മോശമായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അവരുടെ കാര്യം പോക്കായി, മനസ്സിലായി. അപ്പോൾ പുള്ളി അത് വിടൂല, എനിക്ക് ഉറപ്പുള്ള അറിയാം, പുള്ളി വിടൂല. പുള്ളിക്കൊരു ജഡ്ജ്മെൻറ്റ് കറക്റ്റായെന്ന് തോന്നിയാൽ മാത്രമേ പുള്ളി ഓക്കെ ആയിട്ടിരിക്കുള്ളൂ. അത്രയും അല്ലെങ്കിൽ പുള്ളി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദാറ്റ്സ് വാട്ട് ഓൾ ഓഫ് യു സോ. ഇതിലുപരി എന്തോ ഒനിലിന്റെ ഭാഗത്തുനിന്ന് ഇനി വരാൻ കിടക്കുന്നു. പുള്ളിനടുത്ത് കളിച്ചാൽ പുള്ളി വിടാണ്ട് പിന്നെ നിൽക്കും, ഉറപ്പുള്ള കാര്യം. അത് ഇത് അഹങ്കാരമായിട്ട് കാണരുത്, അഹങ്കാരമല്ല, എനിക്ക് എൻ്റെ ചേട്ടനെ അറിയണോണ്ട് ഞാൻ പറയണേ, പുള്ളി വിടൂല. അതുപോലെ തന്നെ അലിഗേഷൻ ഉണ്ടാക്കിയ മസ്താനി പുറത്തായി, ലക്ഷ്മി ബിഗ് ബോസിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിനോട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു
റിയൽ വേൾഡിൽ ഒരാൾ നമ്മളെ ഫോൾസ് അലഗേഷൻ ചെയ്തു, നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്തു, നമ്മൾ ജയിച്ചു വന്നു, നമ്മൾ പിന്നീട് അയാളെ കാണൂ, നമ്മൾ മാറി നിൽക്കാനേ നോക്കുള്ളൂ. ഇതെല്ലാ ദിവസവും കാണണം അയാളുടെ മുഖം കാണണം, അയാളുടെ അടുത്ത് തന്നെ. അത് ശരിക്കും ഒരു ബാഡ് ഫീലിംഗ് ആണ് ഒരാൾക്ക്. ഒരു എന്താ പറയുക, ഇപ്പോൾ ഇന്ന് പറയണേ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഒരു ബാഡ് ഫീലിംഗ് ആണ് ഒരാൾക്ക് അങ്ങനെ അയാളെ തന്നെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു വിക്ടിമിന് തോന്നണ ഒരു ബാഡാണത്, വിക്ടിമിന് തോന്നുന്ന ഒരു സങ്കടമാണത്. ഇതിൽ വിക്ടിം എൻ്റെ ചേട്ടനാണ്, മനസ്സിലായി? ഈ ഒരു പ്രോബ്ലമിൽ വിക്ടിം എൻ്റെ ചേട്ടനാണ്, മനസ്സിലായി? അപ്പം ഈ പുള്ളി ഒരു വിക്ടിമിനെ അയാളുടെ അക്യൂസർ അല്ലെങ്കിൽ അയാളെ ആ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവന്ന ആളെ എല്ലാ ദിവസവും കാണുമെന്ന് പറയുമ്പോൾ അത് പ്രശ്നമാണ്. പക്ഷെ ഇത് ബിഗ് ബോസിൻ്റെ ഗെയിമാണ്, അത് അവരെങ്ങനെ കളിക്കണം. പക്ഷെ അത് ആ ലക്ഷ്മി അവിടെ എത്രത്തോളം ഉണ്ട് അത്രയും ഇൻസൾട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ചേട്ടന്. ബട്ട് ഇറ്റ്സ് ബിഗ് ബോസിൻ്റെ ഡിസിഷനാണ് ഇൻ ദി എൻഡ്. ആൾക്കാർ ജനങ്ങളുടെ വോട്ടാണ്. അപ്പോൾ അത് നമ്മളാരുമല്ല പറയാൻ വേണ്ടി. ബട്ട് അത് പേഴ്സണൽ വ്യൂ പറഞ്ഞെന്നുള്ളൂ. ബിഗ് ബോസ് ഇസ് എ ഗ്രേറ്റ് ഗെയിം. അവർ എൻ്റെ ചേട്ടന് വേണ്ടി കുറേ ചെയ്തു. അവർ ഇപ്പോൾ പുള്ളിയുടെ നിരപരാധിത്വം പുറത്ത് വരുത്തി കാണിച്ചു, ആൾക്കാരെ കാണിച്ചു, ക്ലിപ്സ് കാണിച്ചു. എൻ്റെ അമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചു, ലാലേട്ടനായിട്ട് സംസാരിച്ചു. അതൊക്കെ വലിയൊരു സന്തോഷം തന്നെ ആയിരുന്നു നമുക്ക്. കാരണം എൻ്റെ അമ്മ, പ്രത്യേകിച്ച് ലാലേട്ടൻ മറ്റേ അമ്മയെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മ ഫ്ലിപ്പായി പോയി കിളി പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു സന്തോഷമാണ് അത്. പക്ഷെ എന്നാലും എൻ്റെ ചേട്ടന് കുറേ സംസാരിക്കാനുണ്ട്. ചേട്ടൻ്റെ സംസാരം നിങ്ങൾ കേൾക്കണം. ബിഗ് ബോസ് മെറ്റീരിയൽ, പ്രോപ്പർ ബിഗ് ബോസ് പ്ലെയർ അനീഷ് സൂപ്പറാണ്. പുള്ളിയുടെ നിപ്പും ആ ഒരു എന്താന്ന് വെച്ചാലും പുള്ളി ചെയ്യേണ്ട, പുള്ളിയുടെ കാര്യം ചെയ്യേണ്ട. പുള്ളിയുടെ കളി കളിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അനീഷ് പറഞ്ഞ ഈ എഫേർട്ടിന് അനീഷ് അവിടെ എത്തണം, മനസ്സിലായോ? മത്സരാർത്ഥികൾക്കൊന്നും മോഹൻലാലിന് ഒരു ബഹുമാനം ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ചേട്ടന് ഉണ്ടായിട്ടുള്ളത് തോന്നിയിട്ടുണ്ട്, ബാക്കിയുള്ളവർക്കില്ല തോന്നുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഈ സീസണിൽ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് വരെ സേഫ് അല്ല. പിന്നെ അവർക്കും മറ്റവർക്കും അതിനുള്ള റെസ്പെക്റ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ അത് അവരെന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മാറ്റേണ്ടത്, എന്നാലേ അത് ശരിയാവുള്ളൂ. റീസെന്റ് ആയിട്ട് ഇറങ്ങിയ പ്രവീണും പറഞ്ഞു ലാലേട്ടനോട് ബിഗ് ബോസിനോട് റെസ്പെക്ട് ഇല്ലാതെ കൂടുതൽ ആൾക്കാർ സംസാരിക്കണമെന്ന് പറഞ്ഞു. പ്രവീണിൻ്റെ ഒപ്പീനിയൻ എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റായിട്ട്. നിങ്ങളെൻ്റെ ചേട്ടൻ്റെ ഇവിടം വരെ എത്തിച്ചു, ഇനിയും എത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. പുള്ളിയുടെ കളി കാണുക, അത് അനലൈസ് ചെയ്യുക, പുള്ളി പറയണ സംസാരം കേൾക്കുക, അത് കേൾക്കാനുള്ളൊരു ചെറിയൊരു ഇത് കാണിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല, എനിക്കത് അവനെ മാറ്റാൻ എനിക്ക് പറ്റൂല. അപ്പോൾ അതാണ് എൻ്റെ ചേട്ടൻ റിയലായിട്ട് തന്നെയാണ് കളിക്കുന്നത്. റിയൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ കാണുന്ന പുള്ളി അതാണ് അവിടെ. പുള്ളി നമ്മ റെസ്പെക്റ്റോടെയാണ് ഇവിടെ നാട്ടുകാരും നമ്മളും എല്ലാവരും. പുള്ളി നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ അത് കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ട് പുള്ളിയുടെ സംസാരത്തിൽ തന്നെ. കഴിഞ്ഞ ഒരു 1 വീക്കായിട്ട് പുള്ളിയുടെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതാണ് എൻ്റെ ചേട്ടൻ. ഇനിയും എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഉള്ളിൽ കുറേ ഉണ്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയായിട്ട് ഉള്ളത്. ടാസ്കുകളിൽ അത് പെർഫോമൻസ് രീതിയിൽ നമുക്ക് കണ്ടറിയാം. എനിക്കിപ്പോൾ നടക്കാൻ പോകുന്നത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇതുവരെ നടന്നേക്കണേൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾക്കാർ, ഇവിടം വരെ എത്തിച്ചു. താങ്ക് യു ഫോർ ദാറ്റ്. ഫസ്റ്റ് പേഴ്സണലി ഇവിടം വരെ എത്തിച്ചതിന് താങ്ക് യു. ഇനിയും എത്തിക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്, റിക്വസ്റ്റ് ചെയ്യുന്നത്. എല്ലാ ഞങ്ങൾ വി മെയ്ഡ് us പ്രൗഡ്. അത്രയും ഒരു പ്രശ്നം ഉണ്ടായിട്ടും കൂടി ഒറ്റക്ക് നിന്നവനത് സാധിച്ചെടുത്തതിന് വി ആർ പ്രൗഡ് ഓഫ് ഹിം. ഹാറ്റ്സ് ഓഫ് ടു ഹിം. അത് മകനെ ആ രീതിയിൽ വളർത്തിയത് കൊണ്ടല്ലേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും തളരാണ്ട് അങ്ങനെ. അത് ഓഫ് കോഴ്സ് അങ്ങനെയാണ്. ഞങ്ങൾ അങ്ങനെ അവനെ അങ്ങനെ തന്നെ ഈ 2 പേര് വളർത്തിയത് അങ്ങനെ തന്നെ. ഒരാളിതേ ഇയാളാണത്, ഇതാണ് 2 പേര്. ഇതിപ്പോ മസ്താനി ശരിക്ക് ഒനീലിനെ പുറത്താക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണോ? ആയിരിക്കും, അത് നമുക്കറിയില്ല അതിൻ്റെ അകത്ത്. ബട്ട് ഞങ്ങള് ലൈവ് കാണുന്ന ആൾക്കാരാണ്, അപ്പം നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷെ നമ്മൾ അവരെ പറഞ്ഞു വിട്ടതിന് നമ്മൾ വളരെയധികം ഹാപ്പിയാണ്. ആൻഡ് ഒത്തിരി ലാലേട്ടൻ എന്നെ വിളിച്ചതിന് എനിക്ക് അതിനേലും വലിയ സന്തോഷം. എനിക്ക് അത് സംസാരിക്കാൻ പറ്റിയതിന് അതിനേലും സന്തോഷം. പിന്നെ ഒനില അതിന് പറയാൻ സമ്മതിച്ചതിന് ഒരു നമുക്ക് വലിയ സന്തോഷം. അത് ഒനില അഭ്യർത്ഥിച്ചിട്ട് അത് കാണിച്ചതിന് സന്തോഷം. സോ വി ആർ സോ ഹാപ്പി. ഈ ലാലേട്ടൻ അതിന് ശേഷം വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു? വിളിച്ചിട്ട് അല്ല, അന്ന് സംസാരിച്ചതാണ്.
അമ്മയെന്നും പറഞ്ഞാൽ സംസാരിച്ച് നിങ്ങൾ ലൈവ് കാണിച്ചില്ല, അത് തന്നെ. അത് മതി. അത് എനിക്ക് പക്ഷേ എക്സൈറ്റഡ് ആയിരുന്നു ലാലേട്ടൻ വിളിച്ചപ്പോൾ. ഞാൻ ഓർത്തില്ലല്ലോ അങ്ങനെ വിളിക്കുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ചെറുതായിട്ട് എനിക്ക് ന്യൂമോണിയ 2-3 പ്രാവശ്യം വന്നു ഇപ്പം. അപ്പം ഇവർ രണ്ടുപേരും എന്നെ ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട്. അസുഖമാരുണ്ട്, മമ്മിക്ക് അസുഖം വരുന്നു. അപ്പോൾ ഒന്നിൻ്റെ വിഷമം അതായിരിക്കും. മമ്മി ഇത് കണ്ടു കഴിഞ്ഞാൽ അവനറിയാം ഞാൻ ലൈവ് കാണുമെന്ന്. എന്തെങ്കിലും അതാണ് എനിക്ക് സത്യം. ഞങ്ങൾ 3 പേരും ഭയങ്കര, ഞങ്ങളുടെ ഈ അയൽവക്കം മൊത്തം വളരെ സാഡായിരുന്നു. കാരണം ഒത്തിരി ഒരു വിഷമമായിരുന്നു. നല്ല പയ്യനല്ല, അല്ലെങ്കിൽ ഗ്രേറ്റ്, രണ്ടുപേരും നല്ല സോളാണ്. നല്ല ഈ സംഭവം നടന്നതിന് ശേഷം ഇത് പ്രശ്നം ഉണ്ടാവണതിന്റെ മുന്നേ, അതായത് ലക്ഷ്മി ഇത് വന്ന് സംസാരിക്കുന്നതിന്റെ മുന്നേ ഈ സംഭവം ഇത്ര വലിയൊരു ഇഷ്യൂ ആവുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അവൻ പറയുന്നുണ്ടല്ലോ, എൻ്റെ മോൻ അതിനെക്കുറിച്ച് സംസാരിച്ചല്ല. കാരണം വേണ്ടാത്ത ഒരു ഒരു ഒന്നിലെ വിളിച്ച സ്റ്റൈൽ ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കണായിരുന്നു. എന്നിട്ട് ഇറങ്ങി വാടാ എന്നൊക്കെ മൈക്കിടാന്ന് പറഞ്ഞ ബാത്റൂമിൽ നിന്ന് ഒരാളെ വിളിച്ചിങ്ങനെ പുറത്തിറക്കുമ്പോൾ അവനും മനസ്സിലാകുന്നില്ല എന്താ കാര്യമെന്ന്. ഞങ്ങൾക്ക് മനസ്സിലാവില്ല, അവിടെ നിൽക്കുന്ന ഒരാൾക്കും മനസ്സിലാവുന്നില്ല. അത് ശരിക്കും പിന്നെ ഒന്നിലൊരു അഡ്വക്കേറ്റും കൂടിയാണ്. ഞങ്ങൾക്ക് അവനെ പോലെ അങ്ങനെ പറയാനൊന്നും അറിയില്ല. അവൻ എന്തൊരു മെച്ചൂരിറ്റിയാണ് കാണിച്ചത്. ഒനിലിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഒനിൽ പോയി ഒരിക്കലും ഒരു സ്ഥലത്തും ഇങ്ങനെ പോയി ഇടി വീഴില്ല, തല്ല് പിടിക്കില്ല. പക്ഷെ ഒനിലിൻ്റെ അടുത്ത് വരുന്നവരുടെ തൊണ്ടിലോട്ട് വിടുകയില്ല. അങ്ങനെയാണ് അവൻ്റെ ക്യാരക്ടർ. അതുമാത്രമല്ല, അവൻ ഒത്തിരി വക്കീലല്ലേ, അവൻ കേസൊക്കെ കണ്ടിട്ടുള്ളല്ലേ. ഇങ്ങനെ ഇതുപോലെ ചതികളിൽ പെട്ടുന്ന ആളുകൾ ഒത്തിരി പേര് അവൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവനറിയാം. അതന്നെ അവൻ ഇവരുടെ അനിയന്മാരോടത്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് മാപ്പ് തരണമെന്നുണ്ടെങ്കിൽ മുഴുവൻ ആണുങ്ങളോട് ആ ഡയലോഗൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലേ മമ്മി ഞാൻ തകരില്ല. അപ്പം ഞാൻ പറയാം, അവൻ എൻ്റെ മോനാണ്, അവർ ഒരിക്കലും തകരില്ല. അതെ, അവസാനം അവര് ബാഡായി. ഇതിപ്പോ ലക്ഷ്മിയോടോ അല്ലെങ്കിൽ മസ്താനിയോടോ എന്തെങ്കിലും വിരോധമോ അല്ലെങ്കിൽ ദേഷ്യം എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതെന്റെ ഉള്ളിനുള്ളിലുള്ളത് എനിക്ക് പറയാൻ പറ്റൂല. അതൊക്കെ ലക്ഷ്മിയൊക്കെ അവരൊക്കെ എല്ലാവരും കൂടി പുറത്ത് വരുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ഫ്രണ്ട്സ് ആവും. പറയാൻ പറ്റത്തില്ല നമുക്കത്. പക്ഷെ എനിക്കിപ്പോൾ അത് പറയാൻ ശരിക്കും വിഷമമുണ്ടെങ്കിലും അത് ഞാനിപ്പോൾ പറയത്തില്ല. അത് തീർച്ചയായിട്ടും ഒരാളാ ഇങ്ങനെ ഒരു ഇതാക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിഷമമല്ലേ. നമ്മൾ മെൻ്റലി ഡൗൺ ആക്കണല്ലേ, പ്രത്യേകിച്ച് പാരൻസൊക്കെ. ഞങ്ങൾ മെൻ്റലി സ്ട്രോങ് ആണ് അവനെ കാണുമ്പോഴാണ്. അവൻ്റെ മെച്യൂരിറ്റി അത്രയും നമുക്കില്ല. പക്ഷെ അവൻ ചെയ്യില്ലെന്ന് നമുക്കറിയാം. നമുക്കറിയാലോ എല്ലാ കാര്യം. കാരണം അവൻ ആ പ്രൈസ് മേടിച്ചപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടോ. ഒരൊറ്റ സ്പോൺസർ ടാസ്ക് ഒന്നിൽ കൊടുത്താൽ ഒന്നിൽ വിടത്തില്ല. കാരണം ഒന്നിൽ അതിൻ്റെ ഇന്നും ഔട്ടും ഒക്കെ പറയും. ബിക്കോസ് അവനാ എൻ്റെ ഇൻ്റലിജൻറ്റും കൂടിയാണല്ലേ. മസ്താനി ബിഗ് ബോസിൽ പോയത് കൂടുതൽ ആളുകൾ വെറുത്തു തോന്നുന്നുണ്ടോ മസ്താനിനെ? അത് മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാനായിട്ട് പറയണ്ടല്ല. ഈ ലക്ഷ്മി ഇനി ഫൈനൽ വരെ ഉണ്ടാവും തോന്നുന്നുണ്ടോ? അതൊട്ടുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ ഗെയിമിന് എനിക്കതൊരു കാണാൻ എനിക്കൊരു വലിയ താല്പര്യക്കുറവായിരിക്കും. അതൊരു ഇൻസൾട്ടിങ് പോലെയാണ്. മാപ്പ് പറഞ്ഞാൽ അവൻ മാപ്പ് കൊടുക്കുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞ് നീ നിന്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു. മെച്ചൂർഡാണല്ലോ അവൻ. അമ്മയെ മെച്ചൂർഡ് ഒരു സ്മോൾ ബോയ് അല്ലേ, 42 years old. എല്ലാവരും അങ്ങനെയാണ് എൻ്റെ പോളിസി. ഫാനാണ് ഞാൻ. എൻ്റെ ശോഭവിഷൻ അത് അഖിൽമാരുടെ ബോണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റില്ല. അവരൊക്കെ എന്തോ ഒരു ഇടി വീഴും, എന്നാലും അവരപ്പം തന്നെ സ്നേഹിക്കൂല. അവരുടെ സ്നേഹം കണ്ട ഇതുപോലെ ഇങ്ങനെ കംപ്ലൈൻസും അതുപോലെ ഇതൊക്കെ. ഇപ്പം എനിക്ക് അവിടെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ പേടിയാവും. ഇത്ര ഡിസ്റ്റൻസ് നിൽക്കണം, അത്ര ഡിസ്റ്റൻസ് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുമോ? ആണുകൊണ്ടൊക്കെ ഇടിച്ചും തല്ലുപിടിച്ചൊക്കെ. അതെ.